കേരളത്തെ നടുക്കിയ കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതികൾക്ക് വീണ്ടും കൂട്ടപ്പരോൾ അനുവദിച്ച് ജയിൽ വകുപ്പിന്റെ നടപടി. ഇത് വിവാദമാകുന്നു. കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന 1-ാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ഗിജിൻ, 7-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നീ 5 CPIM പ്രവർത്തകർക്കാണ് ജയിൽ അധികൃതർ ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാർ അധികാരം ഒഴിയുന്നതിന് തൊട്ടു മുൻപ് അതീവ രഹസ്യമായും തിരക്കിട്ടുമാണ് ഈ 5 പ്രതികൾക്കും 20 ദിവസത്തെ പരോൾ അനുവദിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരോൾ എന്നാണ് ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം. ഇതോടെ പരോൾ ലഭിച്ച പ്രതികളെല്ലാം കാസർഗോഡ് ജില്ലയിലെ തങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വിചാരണ പൂർത്തിയാക്കി CBI പ്രത്യേക കോടതി പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് കേവലം 6 മാസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് തുടർച്ചയായി പരോൾ ലഭിക്കുന്നത് ഇത് 3-ാം തവണയാണ്. അതിലുപരിയായി മുൻപ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചപ്പോൾ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നതിന് കർശനമായ വിലക്കുണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണത്തെ പരോൾ വ്യവസ്ഥയിൽ അത്തരം യാതൊരു വിലക്കുകളും ഏർപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രതികൾ പരോളിലിറങ്ങി നാട്ടിലെത്തുന്നത് പ്രദേശത്ത് കനത്ത ക്രമസമാധാന പ്രശ്നങ്ങൾക്കും രാഷ്ട്രീയ സംഘർഷ സാധ്യതയ്ക്കും കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിച്ച് പോലീസ് ജയിൽ വകുപ്പിന് കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഈ അടിയന്തര റിപ്പോർട്ട് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ജയിൽ ഉപദേശക സമിതി പ്രതികൾക്ക് അനുകൂലമായ രീതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാണ് പരോളിന് വഴിയൊരുക്കിയതെന്ന കടുത്ത ആക്ഷേപവും ഇതിനകം ഉയർന്നു കഴിഞ്ഞു. കൊടും കുറ്റവാളികളായ പ്രതികൾക്ക് തുടർച്ചയായി ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ച് സംരക്ഷണം നൽകുന്നതിനെതിരെ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങളും കോൺഗ്രസ് നേതൃത്വവും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. LDF സർക്കാർ തങ്ങൾക്ക് തുടക്കം മുതൽ നീതി നിഷേധിക്കുകയാണെന്നും സ്വന്തം പാർട്ടിക്കാരായ കൊലയാളികളെ വഴിവിട്ട് സഹായിക്കാൻ ഭരണകൂടം പ്രത്യേക താൽപര്യം കാണിക്കുന്നുവെന്നും ഇരകളുടെ കുടുംബങ്ങൾ വൈകാരികമായി ആരോപിച്ചു. സർക്കാരിന്റെ ഈ ഏകപക്ഷീയമായ നടപടിയെയും തുടർച്ചയായ പരോൾ അനുമതിയെയും നിയമപരമായി നേരിടാൻ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കുടുംബങ്ങൾ. 2019 ഫെബ്രുവരി 17-നാണ് കാസർഗോഡ് പെരിയ കല്യോട്ട് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത് ലാലും ക്രൂരമായി വെട്ടേറ്റ് കൊല്ലപ്പെടുന്നത്. കേരള രാഷ്ട്രീയത്തിൽ വലിയ ആളിപ്പടലുകൾക്ക് കാരണമായ ഈ കേസ് ദീർഘകാലത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് CBIക്ക് കൈമാറുന്നതും പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിലേക്ക് എത്തുന്നതും. അന്നു മുതൽക്കേ പ്രതികളെ സംരക്ഷിക്കാൻ CPIM ഭരണകൂടം ഖജനാവിലെ ലക്ഷങ്ങൾ മുടക്കി സുപ്രീം കോടതിയിൽ വരെ പോയ കാര്യം കോൺഗ്രസ് നേതൃത്വം വീണ്ടും ചർച്ചയാക്കുകയാണ്. അധികാരമൊഴിയുന്ന വേളയിൽ പോലും ഇത്തരം രാഷ്ട്രീയ കൊലക്കേസ് പ്രതികൾക്ക് ജയിൽ മോചനത്തിനുള്ള വഴിവിട്ട കൈത്താങ്ങ് നൽകിയ LDF സർക്കാരിന്റെ നടപടി പുതിയതായി അധികാരമേറ്റ UDF ഗവൺമെന്റും വരും ദിവസങ്ങളിൽ സഭയ്ക്കകത്തും പുറത്തും വലിയ ആയുധമാക്കുമെന്ന് ഉറപ്പാക്കുകയാണ്. തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ കൂട്ടപ്പരോൾ അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തെ നടുക്കിയ കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതികൾക്കാണ് ഇപ്പോൾ കൂട്ടപ്പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ നടപടിയാണ് വിവാദമായിരിക്കുന്നത്.